A warm welcome to Socio Plus, and I welcome you all to the world of social science. Today, we are going to discuss a new chapter named Reading Maps. ടെക്സ്റ്റ് ബുക്കിലെ ആറാമത്തെ യൂണിറ്റ് ആണ് റീഡിംഗ് മാപ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ മലയാളത്തിൽ ഭൂപടങ്ങൾ വായിക്കാം അല്ലെങ്കിൽ ഭൂപട വായന എന്നൊക്കെ പറയാം. സാധാരണഗതിയിൽ നമ്മൾ ബുക്സിന്റെ കാര്യത്തിൽ ബുക്സ് വായിക്കുക, റീഡിംഗ് ബുക്ക് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോൾ ആ രൂപത്തിൽ തന്നെ മാപ്പിന്റെ കാര്യത്തിലും നമ്മൾ റീഡിംഗ് എന്നുള്ളൊരു യൂസേജ് ആണ് കൊടുക്കാറുള്ളത്. അവിടെ എന്തല്ല ലുക്കിംഗ് മാപ്സ് എന്നല്ല പറയാ, റീഡിംഗ് മാപ്സ് എന്നാണ്. ഓക്കെ, ഭൂപട വായന എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത്. അതിൻ്റെ ഒരു പ്രയോഗം അങ്ങനെയാണ്. അപ്പോൾ മാപ്പുകളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മളിവിടെ ഇപ്പോൾ പരിശോധിക്കാൻ വേണ്ടി, ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 6th യൂണിറ്റ് ആണ്, റീഡിംഗ് മാപ്സ് എന്നാണ് യൂണിറ്റ് നെയിം. അപ്പോൾ അതിലെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഏറ്റവും ആദ്യം ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം. The Chinese embassy at Belgrade in Yugoslavia was destroyed in an air bombing on 7th May 1999. എന്താ ഇവിടെ പറയുന്നത്? 1999 മെയ് മാസം 7-ാം തീയതി യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലുള്ള ചൈനീസ് എംബസി അല്ലെങ്കിൽ ചൈനീസ് നയതന്ത്ര കാര്യാലയം, അതാണ് ചൈനീസ് എംബസി. അപ്പൊ ഈ ചൈനീസ് എംബസി എന്തായി? ബോംബാക്രമണത്തിൽ തകർന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലുള്ള ചൈനീസ് എംബസി ബോംബാക്രമണത്തിൽ തകർന്നു. 3 embassy officials were killed and 20 injured. 3 നയതന്ത്ര ഉദ്യോഗസ്ഥർ, എംബസിയിലുള്ള 3 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നെ China vehemently condemned the NATO airstrike. ഈ സംഭവത്തിൽ ചൈന കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും നാറ്റോ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. നാറ്റോയുടെ നേതൃത്വത്തിലാണ് ആ ബോംബാക്രമണം ഉണ്ടായത്. നാറ്റോ എന്ന് പറയുമ്പോൾ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു സൈനിക കൂട്ടായ്മയാണ് നാറ്റോ. ഓക്കെ, അപ്പൊ നാറ്റോയുടെ ഈ ഒരു ബോംബാക്രമണത്തിൽ ചൈന കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. പിന്നെ ബാക്കി പറയുന്നു, ഫോളോവിങ് ദിസ് ദി നാറ്റോ മിലിറ്ററി ചീഫ്സ് എക്സ്പ്രസ്ഡ് റിഗ്രറ്റ് ഓൺ ദെയർ എറർ. പിന്നീട് എന്ത് ഉണ്ടായി? ഇതേ തുടർന്ന് നാറ്റോ സൈനിക മേധാവികൾ തങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. ഓക്കെ, ഈ ഒരു ബോംബാക്രമണം നടത്തിയതിൽ അവർ ഖേദം പ്രകടിപ്പിച്ചു. ദി മിഷൻ ഹാഡ് മിസ്ഫയർഡ് ആസ് ദേ വർ യൂസിങ് എ മാപ്പ് ദാറ്റ് ഹാഡ് നോട്ട് ബീൻ അപ്ഡേറ്റഡ്. ഇവിടെ എന്താ പ്രശ്നം പറ്റിയത്? എങ്ങനെയാണ് ആ ബോംബിംഗ് അവിടെ നടന്നത്? അതാണ് ഇവിടെ പറയുന്നത്. അതായത് കാലാനുസൃതമായി അല്ലെങ്കിൽ പിന്നെ അവർക്കൊരു അബദ്ധം പറ്റിയതായിരുന്നു. നാറ്റോ സൈനികർക്ക് ഒരു അബദ്ധം പറ്റിയതായിരുന്നു. അതായത് പിന്നെ അവർ ഉപയോഗിച്ച സൈനിക ഭൂപടം, മിലിറ്ററി മാപ്പ് കാലഹരണപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ പഴയ മാപ്പായിരുന്നു അവര് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് പിന്നെ പഴയ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ ബോംബിട്ടതാണ്. ഓക്കെ, ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ ഭൂമിയിൽ എന്തുണ്ട്, ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷെ ആ മാപ്പിൽ ആ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായിട്ടുള്ള ഒരു ബോംബാക്രമണമായിരുന്നു അവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടാത്ത ഭൂപടം ഉപയോഗിച്ചത് കൊണ്ടുള്ള ഒരു അപകടമായിരുന്നു പിന്നെ ഇവിടെ സംഭവിച്ചത്. Then it was said in the apology that they were unaware of the Chinese embassy functioning where the Belgrade military station used to be. അതായത് ബെൽഗ്രേഡിലുള്ള സൈനിക താവളമായിരുന്നിടത്ത്, ബെൽഗ്രേഡിലെ പിന്നെ മിലിറ്ററി ക്യാമ്പ് ആയിരുന്ന സ്ഥലത്ത് ചൈനീസ് എംബസിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് ക്ഷമാപണത്തിൽ ആര് പറയുന്നത്? നാറ്റോ സൈനിക മേധാവികൾ പറയുന്നത്. ഓക്കെ, അപ്പോ ബെൽഗ്രേഡിന്റെ സൈനിക താവളമാണ് എന്ന് വിചാരിച്ചിട്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിലെ നാറ്റോ അവിടെ ബോംബിടുന്നത്. പക്ഷെ അതൊക്കെ മാറി അവിടെ ചൈനീസ് എംബസി വന്ന കാര്യം ആ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെ ആ മാപ്പിൽ ഈ ഒരു കൃത്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്താത്തത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു അബദ്ധമാണ് ആ ഒരു ബോംബിംഗ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, then you have read about ബാക്കി ഇതിനെ തുടർന്നുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം.
യു ഹാവ് റീഡ് അബൌട്ട് എ മിസ്റ്റേക്കൻ ബോംബിംഗ് ആൻഡ് ഇറ്റ്സ് കോസ്, അല്ലേ? അബദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ബോംബിങ്ങും അതിന്റെ കാരണവുമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. Now you might have understood the importance of maps and the accuracy of the information therein. അപ്പോൾ ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലായി. അതായത് ഭൂപടങ്ങളും അതിലുള്ള വിവരങ്ങളുടെ കൃത്യതയും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്, അല്ലെ? മാപ്പുകള്, അതിലുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആക്യുറേറ്റ് ആയിരിക്കണം എന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലായി. Then are the maps used for military purposes the same as the ones we use for study purposes? ഈ മിലിറ്ററി പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്ന, സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മാപ്പുകൾ തന്നെയാണോ സ്റ്റഡി പർപ്പസിന് വേണ്ടി വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഒരിക്കലുമല്ല, ഡെഫിനറ്റ്ലി നോട്ട്, അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല പല മാപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ പർപ്പസിനും വേണ്ടിയിട്ട് ഓരോ ടൈപ്പ് മാപ്പുകളാണ് ഉള്ളത്, അല്ലെ? സോ എ ഫ്യൂ ഓഫ് ദം ആർ ഗിവൺ ഹിയർ. അപ്പൊ അങ്ങനെയുള്ള പല ടൈപ്പ് മാപ്പുകളിൽ ചില മാപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പേരുകൾ പെട്ടെന്ന് നോക്കി പോവാം. പൊളിറ്റിക്കൽ മാപ്പ്, മിലിറ്ററി മാപ്പ്, ഹിസ്റ്റോറിക്കൽ മാപ്പ്, ആസ്ട്രോണമിക്കൽ മാപ്പ്, അതേപോലെ തന്നെ ലാൻഡ് യൂസ് മാപ്പ്, വെതർ മാപ്പ്, അല്ലെ? ലാൻഡ് യൂസ് മാപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ഭൂവിനിയോഗത്തെ കാണിക്കുന്ന, ഓരോ പ്രദേശത്ത് ഭൂമിയും എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, കൃഷിയാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് അത് മനസ്സിലാക്കുന്ന മാപ്പാണ് ലാൻഡ് യൂസ് മാപ്പ്, ഭൂവിനിയോഗം. അതേപോലെ വെതർ മാപ്പ് എന്താ? കാലാവസ്ഥ, അല്ലെ? കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള പല മാപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയൊരു എക്സസൈസ് ഉണ്ട്. റൈറ്റ് ഡൗൺ ദി യൂസ് ഓഫ് ഈച്ച് ഓൺ ദി സൈൻ ബോർഡ്സ് അഗൈൻസ്റ്റ് ദം. അതായത് ഓരോ മാപ്പിന്റെ നേരെയും എന്തുണ്ട്? ഒരു സൈൻ ബോർഡ് കാണാം, അല്ലെ? അതാ ഇപ്പോൾ ലാൻഡ് യൂസ് മാപ്പിന് നേരെ ഈ ഒരു ബോർഡ് ഉണ്ട്. അതേപോലെ വെതർ മാപ്പിന് നേരെ ഇങ്ങനെ ഒരു ബോർഡ് ഇവിടേക്കും ഉണ്ട്. അപ്പോ ഈ ബോർഡിന്റെ ആ ബ്ലാങ്ക് ഏരിയയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ഈ ഓരോ മാപ്പും എന്ത് പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് ആ ഒരു സൈൻ ബോർഡിൽ എഴുതണം. ഓക്കെ, പക്ഷെ അത് എഴുതാനുള്ള ഒരു എളുപ്പ വഴി, അതല്ലെങ്കിൽ ഒരു നമുക്ക് അതിനുള്ള ഹിൻസ് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി ലാൻഡ് യൂസ്. ഓക്കെ, ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി ലാൻഡ് യൂസ്. ലാൻഡ് യൂസ്, ഭൂവിനിയോഗം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഏത് മാപ്പാണ് ഉപയോഗിക്കുക? ലാൻഡ് യൂസ് മാപ്പാണ്, യാതൊരു സംശയമില്ല, പേര് തന്നെ ഉണ്ട് ആ കാര്യം. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക? ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലാൻഡ് യൂസ് എന്നുള്ള ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക? ലാൻഡ് യൂസ് മാപ്പിന് നേരെയുള്ള ആ ഒരു ബോർഡിൽ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അതുപോലെ അടുത്ത ഇൻഡിക്കേറ്റർ നോക്കുക. ഫോർ ദി സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുകയാണെങ്കിൽ ആകാശഗോളങ്ങൾ എന്നാണ്. ആകാശത്തുള്ള ഗോളങ്ങൾ ഉണ്ടല്ലോ, അതായത് സൂര്യനും നക്ഷത്രങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ചന്ദ്രനും മൂൺ, അല്ലെ? അതേപോലെ തന്നെ മറ്റ് പ്ലാനറ്റ്സ്, ഭൂമി ഉൾപ്പെടെയുള്ള മറ്റ് പ്ലാനറ്റ്സ് ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സെലസ്റ്റിയൽ ബോഡീസിന്, ആകാശഗോളങ്ങളെ പറ്റി പഠിക്കാൻ, ഫോർ ദി സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് ഏത് മാപ്പാണ്? ടെക്സ്റ്റ് ബുക്ക് തന്നെ മുകളിൽ നമുക്ക് കാണാം, ആസ്ട്രോണമിക്കൽ മാപ്പാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആ പോയിന്റ് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഓരോ ബോർഡിന്റെ നേരെയും എഴുതാനുള്ള പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുക, അവിടെ കൊടുക്കുക, അത്ര മാത്രം. ഫോർ മെറ്റീരിയോളജിക്കൽ സ്റ്റഡീസ്, കാലാവസ്ഥാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതാ? വെതർ മാപ്പാണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത പോയിന്റ്, ഫോർ മിലിറ്ററി പർപ്പസസ് ഏത് മാപ്പാ? എല്ലാവർക്കും അറിയാം, നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു, ഏറ്റവും ഇവിടെ കൊടുത്തിട്ടുള്ള മിലിറ്ററി മാപ്പാണ്, അല്ലെ? അതൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എളുപ്പത്തിൽ പറയാൻ പറ്റും. അതേപോലെ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദി പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, പൊളിറ്റിക്കൽ മാപ്പ്, അല്ലെ? ഫോർ ദി സ്റ്റഡി ഓഫ് ഹിസ്റ്ററി, ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോറിക്കൽ മാപ്പ്. അപ്പൊ ഈ ഓരോ കാര്യവും അതത് മാപ്പിന്റെ നേരെ നമ്മൾ എഴുതി വെക്കുക. ക്ലിയർ? ഓക്കെ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് മാപ്സ് ഫെമിലിയർ ടു യു. നിങ്ങൾക്ക് പരിചയമുള്ള മാപ്പുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയാണ്. അതിൽ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേൾഡ് പൊളിറ്റിക്കൽ മാപ്പ്, അല്ലെ? വേൾഡ് പൊളിറ്റിക്കൽ മാപ്പ്, ലോകത്തുള്ള വലിയ പ്രധാനപ്പെട്ട രാജ്യങ്ങളെയും അവരുടെ ക്യാപിറ്റലൊക്കെ കാണിക്കുന്ന വേൾഡ് പൊളിറ്റിക്കൽ മാപ്പ് എല്ലാ സ്കൂളിലും ഉണ്ടാവും. അതേപോലെ നമുക്കറിയാം, ഇന്ത്യസ് പൊളിറ്റിക്കൽ മാപ്പ്, ഇന്ത്യ പൊളിറ്റിക്കൽ മാപ്പ്, ഇന്ത്യ ജിയോഗ്രഫിക്കൽ മാപ്പ്, ഒരു വേൾഡ് ജിയോഗ്രഫിക്കൽ മാപ്പ്, അല്ലെ? അങ്ങനെയുള്ള പല പല മാപ്പുകൾ, സോയിൽ ടൈപ്പ് ഉള്ള മാപ്പ് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് മാപ്പുകൾ നമുക്ക് പരിചയം ഉണ്ടാവും. അതൊന്നും ഇവിടെ എഴുതി വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, ഒന്ന് ഓർത്ത് നോക്കുക, എനിക്ക് എത്ര മാപ്പുകൾ അറിയാം. ഓക്കെ,
കമ്പയർ ദി ഗിവൺ മാപ്സ് ഓഫ് കേരള. കേരളത്തിന്റെ രണ്ട് മാപ്പുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്നു. ആർ ദി ഇൻഫർമേഷൻ ഇൻക്ലൂഡഡ് ഇൻ ബോത്ത് ദി മാപ്സ് ദി സെയിം? രണ്ട് മാപ്പിലുള്ള ഇൻഫർമേഷൻ സെയിം ആണോ? ഒരിക്കലും അല്ല. അപ്പൊ ഇവിടെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേരള സോയിൽസ്, കേരള ഫിസിയോഗ്രഫി. അതായത് ഈ ഒരു മാപ്പ് എ എന്തിനെ കാണിക്കുന്നു? അത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സോയിൽ ടൈപ്സ് കാണിക്കുന്നു, സോയിൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നു. അതേപോലെ മാപ്പ് ബി എന്താ? അത് കേരളത്തിന്റെ ഫിസിയോഗ്രഫിയാണ്, അല്ലെ? ഫിസിയോഗ്രഫിയാണ്. ഹൈലാൻഡ്, മിഡ് ലാൻഡ്, ലോ ലാൻഡ്, ഇങ്ങനെയുള്ള 3 ഫിസിയോഗ്രഫി കാണിക്കുന്ന മാപ്പാണ് മാപ്പ് ബി. അപ്പൊ രണ്ടും രണ്ട് മാപ്പ് തന്നെയാണ്. താഴെ പറയുന്നു മാപ്പ് എ ഡെപിക്ട്സ് ദി സോയിൽസ് ഓഫ് കേരള ആൻഡ് മാപ്പ് ബി ദി ഫിസിയോഗ്രഫി. ഓക്കെ, നമ്മൾ പറഞ്ഞു. What might happen if both soil types and physiography are incorporated in the same map? രണ്ട് മാപ്പ് ആക്കാതെ ഒരു മാപ്പ് തന്നെ ഈ രണ്ട് കാര്യം കൊടുത്താൽ എന്താ പ്രശ്നം? എന്ത് സംഭവിക്കും? അപ്പോൾ കേരള സോയിൽസ് എന്ന് പറയുന്ന ഈ ഒരു മാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു മാപ്പിൽ ഈ കാണുന്ന കളേഴ്സിന്റെ കൂടെ തന്നെ കേരള ഫിസിയോഗ്രഫിയിൽ വരുന്ന കാര്യം കൂടി, ആ ഒരു ഷെയ്ഡും കൂടി നമ്മൾ ഈ ഒരു മാപ്പിൽ കൊടുത്താൽ എന്താ സംഭവിക്കുക? പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, നമുക്കൊന്നും മനസ്സിലാവില്ല. അതാണ് പ്രശ്നം, അല്ലെ? അതായത് ഒരുപാട് കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും, പ്രാക്ടിക്കലായിട്ട് അത് വർക്ക്ഔട്ട് ആവില്ല, അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് അത് റീഡ് ചെയ്യുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ അത് കാരണമാവും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സെപ്പറേറ്റ് ടോപ്പിക്, ഓരോ സെപ്പറേറ്റ് മാപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻക്ലൂഡിങ്, ശ്രദ്ധിക്കുക, including different information in the same map will create confusion in reading it. നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. അതായത് including different information in the same map, ഒരേ മാപ്പിൽ തന്നെ പല ടൈപ്പ് ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള മാപ്പ് എന്തിന് കാരണമാവും? That will create confusion in reading it. ആ മാപ്പുകൾ വായിക്കുമ്പോൾ നമ്മളിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണമാവും. So that's why different information are plotted in different maps. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തിനാണ് നമ്മൾ ഓരോ ടോപ്പിക് ഓരോ മാപ്പിലാക്കി കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ മാപ്പ് എയിൽ സോയിൽസ് മാത്രമാണ്, മാപ്പ് ബിയിൽ ഫിസിയോഗ്രഫി മാത്രമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. മാപ്സ് ഡെപിക്റ്റിംഗ് സ്പെസിഫിക് തീംസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെന്റൻസ്. മാപ്സ് ഡെപിക്റ്റിംഗ് സ്പെസിഫിക് തീംസ് ആർ നോൺ ആസ് തീമാറ്റിക് മാപ്സ്. എന്താണ് തീമാറ്റിക് മാപ്പ്? ഏതെങ്കിലും ഒരു പ്രത്യേക തീമിന്റെ ബേസിലുള്ള മാപ്പാണ് എന്ത്? തീമാറ്റിക് മാപ്പ്. മാപ്സ് ഡെപിക്റ്റിംഗ് സ്പെസിഫിക് തീംസ് ആർ നോൺ ആസ് തീമാറ്റിക് മാപ്പ്. ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു മാപ്പ് എ എന്ന് പറയുന്ന ഒരു തീമാറ്റിക് മാപ്പാണ്. ഇവിടുത്തെ തീം എന്താ? കേരളത്തിലെ സോയിൽസ് ആണ്, അതാണ് തീം. ആ സോയിൽ എന്ന് പറയുന്ന അതിന്റെ ആ ഒരു തീമിന്റെ ബേസിലുള്ള മാപ്പാണ് ഇത്. അതേപോലെ മാപ്പ് ബിയിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ മാപ്പ് ബി എന്ന് പറയുന്ന ഈ ഒരു മാപ്പിന്റെ തീം എന്താണ്? കേരളത്തിന്റെ ഫിസിയോഗ്രഫിയാണ് അതിന്റെ തീം. അപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക തീമിന്റെ ബേസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാപ്പാണ് തീമാറ്റിക് മാപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, തീമാറ്റിക് മാപ്പ്, ഏതെങ്കിലും ഒരു പ്രത്യേക തീം ആ മാപ്പിന് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നു തീമാറ്റിക് മാപ്പ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത ഹെഡിങ് നോക്കാം. ലെറ്റ്സ് ക്ലാസിഫൈ മാപ്സ്. നമുക്ക് മാപ്പുകൾ എന്ത് ചെയ്യാം? മാപ്പുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, തരംതിരിക്കാം, ഭൂപടങ്ങളെ തരംതിരിക്കാം. ഓക്കെ, എങ്ങനെയാ തരംതിരിക്കാന്നൊക്കെ നമുക്ക് നോക്കാം, അല്ലെ? Recorded details of natural as well as man-made features on earth are subjected to different types of observation and analysis. അതായത് നമ്മുടെ ഭൂമിയിലുള്ള പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്. ഭൂമിയിൽ മനുഷ്യന്മാരുണ്ടാക്കിയ പല കാര്യങ്ങളുണ്ട്, അതേപോലെ നാച്ചുറലി ഉള്ള പല സംഭവങ്ങളും ഉണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള വിവിധ സവിശേഷതകളിലെ ഫീച്ചേഴ്സിനെ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും ഒക്കെ രേഖപ്പെടുത്തി സൂക്ഷിക്കാറുണ്ട്. ഓക്കെ, ഒബ്സർവേഷനും അനാലിസിസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യന്മാരുണ്ടാക്കിയ കാര്യങ്ങളും അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. മാപ്സ് ആർ ദി മോസ്റ്റ് റെലവന്റ് ടൂൾ ഫോർ റെക്കോർഡിംഗ് ഇൻഫർമേഷൻ ഫോർ ദി സെയിം. അപ്പൊ ഇത്തരത്തില് വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്, ഉപാധിയാണ് ഇത് മാപ്പുകൾ അല്ലെങ്കിൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. സോ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ തന്നതാണ്. ഇത് പൊതുവായിട്ട് നമുക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അത് പ്രത്യേകിച്ച് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള കാര്യമൊന്നുമല്ല, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ.
നമ്മുടെ ഹെഡിങ് അതാണോ, ലെറ്റ്സ് ക്ലാസിഫൈ മാപ്സ് എന്നാണ് അല്ലെ. മാപ്പുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഇവിടെ ഏറ്റവും ആദ്യം പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതായത് പിന്നെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ മാപ്പുകൾ നടത്താം. ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ, maps can be classified into two. They are physical maps and cultural maps. രണ്ട് ടൈപ്പ് മാപ്പുകൾ ഏതൊക്കെയാണ്? ഫിസിക്കൽ മാപ്സ്, കൾച്ചറൽ മാപ്സ്. ഫിസിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ ഭൗതിക ഭൂപടങ്ങൾ എന്ന മലയാളത്തിൽ പറയാം. കൾച്ചറൽ മാപ്പ് എന്ന് പറയുമ്പോൾ സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും പറയാം. അപ്പൊ ഇത് രണ്ടിന്റെയും പ്രത്യേകത നമുക്ക് ആദ്യം നോക്കാം. ശ്രദ്ധിക്കുക. Maps representing natural features such as physiography, climate, etc. are called physical maps. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫിസിക്കൽ മാപ്പും അതേപോലെ കൾച്ചറൽ മാപ്പും ഒക്കെ. ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയും, ഓഡ് വൺ പിന്നെ കണ്ടെത്താൻ വേണ്ടി പറയും, ഒക്കെയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഫിസിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഭൗതിക ഭൂപടം? Maps representing natural features such as physiography, climate, etc. are called physical maps. അതായത് ഭൂപ്രകൃതി, ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്, മാപ്പുകളാണ് ഏത്? ഫിസിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഭൗതിക ഭൂപടങ്ങൾ. ഓക്കെ, ഒരു പ്രദേശത്തിന്റെ ഒരു ഫിസിയോഗ്രഫി എന്ന് പറയുന്നതും ക്ലൈമറ്റ് എന്ന് പറയുന്നതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്, അതൊക്കെ നാച്ചുറൽ ആണ്. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് മാപ്പിലുള്ളത് എങ്കിൽ അത് ഫിസിക്കൽ മാപ്പാണ്. ഓക്കെ, ദെൻ maps representing man-made features such as agriculture, industry and political boundaries are called cultural maps. Cultural map എന്താണ്? കൾച്ചർ, നമ്മളങ്ങനെ ഓർക്കുക, കൾച്ചർ എന്ന് പറയുന്നത് മനുഷ്യനുമായി ബന്ധപ്പെട്ടാണല്ലോ അല്ലെ. കൾച്ചർ, സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സാംസ്കാരിക ഭൂപടം എന്ന് പറയുന്നത് മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അതായത് ഈ ഭൂമിയിൽ മനുഷ്യന്മാരുണ്ടാക്കിയ പല കാര്യങ്ങളുണ്ട്. അഗ്രികൾച്ചർ അത് മാൻമെയ്ഡ് ആണ്, മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. പച്ചപ്പ്, നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ എന്തല്ല, അത് പിന്നെ കൾച്ചറൽ അല്ല, അത് മാൻമെയ്ഡ് അല്ല, അത് നാച്ചുറൽ ആണ്. അപ്പൊ അതൊക്കെ ഫിസിക്കൽ മാപ്സിൽ വരും. എന്നാൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, കൾട്ടിവേഷൻ, അഗ്രികൾച്ചർ എന്ന് പറയുന്നത്, അതേപോലെ ഇൻഡസ്ട്രി, വ്യവസായം എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ എന്തുണ്ട്? ഒരു ബൗണ്ടറി ഉണ്ട്, പൊളിറ്റിക്കൽ ബൗണ്ടറി ഉണ്ട്, രണ്ട് രാജ്യങ്ങളെ വേർതിരിക്കുന്ന അതിർത്തിയുണ്ട്. അത് പ്രകൃതി ഉണ്ടാക്കിയതല്ല, അത് മനുഷ്യരുണ്ടാക്കിയതാണ് അല്ലെ. അതിർത്തികൾ വരച്ചത് മനുഷ്യരാണ്. ഭൂമി എന്നോ അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും പാകിസ്ഥാന്റെ പ്രദേശമുണ്ട്, ഇന്ത്യന്റെ പ്രദേശമുണ്ട് അല്ലെ. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്തായി മാറി? ഒരു വരന്റെ അപ്പുറം പാകിസ്ഥാൻ എന്നൊരു പേരായി, ഇപ്പുറം ഇന്ത്യ എന്ന പേരായി. അപ്പൊ ബൗണ്ടറീസ് മാൻമെയ്ഡ് ആണ്, മനുഷ്യനാണ് അതിർത്തികൾ തീരുമാനിക്കുന്നത്, വരയ്ക്കുന്നത്. സോ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, പൊളിറ്റിക്കൽ ബൗണ്ടറീസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്ന മാൻമെയ്ഡ് ഫീച്ചേഴ്സിനെ കാണിക്കുന്ന മാപ്പ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൾച്ചറൽ മാപ്പ് അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടം. അപ്പൊ രണ്ട് ടൈപ്പ് മാപ്പാണ് ഫംഗ്ഷന്റെ ബേസിൽ, ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും. ക്ലിയർ ആണല്ലോ? Then complete the flow chart by classifying the below mentioned maps based on function. അപ്പൊ കുറച്ച് മാപ്പുകളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ആ മാപ്പുകളെ, ഈ ഒരു ലിസ്റ്റ് മുഴുവനുള്ള ഈ ഒരു പേരുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഫിസിക്കൽ മാപ്പ്, കൾച്ചറൽ മാപ്പ്, ഇങ്ങനെ രണ്ട് കാറ്റഗറി ആക്കി നമ്മൾ തിരിക്കണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിൽ ഏതൊക്കെയാണ് മനുഷ്യന്മാരുണ്ടാക്കിയത്, അതിന് നമ്മൾ എന്ത് ചെയ്യുക? അതൊക്കെ നമ്മൾ കൾച്ചറൽ മാപ്പ് കൊടുക്കുക. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ നമ്മൾ ഫിസിക്കൽ മാപ്പിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം, ഓരോന്നും നോക്കാം അല്ലെ. ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യത്തേത് പിന്നെ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഫിസിക്കൽ മാപ്പിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫിസിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആണ്. കൾച്ചറൽ മാപ്പ് എന്ന് പറയുമ്പോൾ കൾച്ചറാർക്ക് മനുഷ്യനാണ്. അപ്പൊ മനുഷ്യന്മാർ, മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ആണ് കൾച്ചറൽ മാപ്പിൽ. ഓക്കെ, സോ ഫിസിക്കൽ മാപ്പിൽ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ആസ്ട്രോണമിക്കൽ മാപ്പ്. ഓക്കെ, ആകാശഗോളങ്ങളെ പറ്റിയൊക്കെയുള്ള പഠനം, ജ്യോതിശാസ്ത്ര മാപ്പ്, അതാണ് ആസ്ട്രോണമിക്കൽ മാപ്പ്. അപ്പൊ അത് ഫിസിക്കൽ മാപ്പാണ്. കൾച്ചറൽ മാപ്പിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് മിലിറ്ററി മാപ്പ്, സൈനിക ഭൂപടം. അത് മനുഷ്യന്മാരുണ്ടാക്കുന്നതാണല്ലോ. സൈനിക ഭൂപടം എന്ന് പറയുന്നത് മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ് അല്ലെ, മാൻമെയ്ഡ് ആണ്. ആസ്ട്രോണമിക്കൽ മാപ്പ് മാൻമെയ്ഡ് ആണ്. അതായത് ഈ ഒരു മാപ്പ് ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്, അങ്ങനെയല്ല മനസ്സിലാക്കി വെക്കേണ്ടത്. പക്ഷെ ഈ ഒരു ആസ്ട്രോണമിക്കൽ ഫീച്ചേഴ്സ്, ആകാശഗോളങ്ങൾ, അതൊന്നും ആരുണ്ടാക്കുന്നതല്ല, മനുഷ്യനുണ്ടാക്കുന്നതല്ല, അത് പ്രകൃതിയാ ഉള്ളതാണ്.
ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാപ്പുകൾ എല്ലാ മാപ്പുകളും മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്, പക്ഷെ ആ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ തെറ്റിദ്ധാരണ വേണ്ട. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഓരോ പോയിന്റ്സും നോക്കാം. പൊളിറ്റിക്കൽ മാപ്പ് നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ അല്ലെ. എന്താ പൊളിറ്റിക്കൽ മാപ്പ്? അത് ആരുണ്ടാക്കുന്നത്? രാഷ്ട്രീയ അതിർത്തികളും സംസ്ഥാനങ്ങളും രാജ്യവും ഇതൊക്കെ മനുഷ്യന്മാര് തീരുമാനിക്കുന്നതാണ്. സോ പൊളിറ്റിക്കൽ മാപ്പ് എവിടെ വരും? കൾച്ചറൽ മാപ്പിൽ വരും. ഇനി സോയിൽ മാപ്പ് നാച്ചുറൽ ആണ്, ഫിസിക്കൽ മാപ്പിൽ വരും. ക്ലൈമറ്റിക് മാപ്പ് എവിടെ വരും? ഫിസിക്കലിൽ വരും. ആസ്ട്രോണമിക്കൽ ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെതർ മാപ്പ് കാലാവസ്ഥ എവിടെ വരും? അതും ഫിസിക്കൽ ആണ്. ഫിസിയോഗ്രഫി മാപ്പ് ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അതും ഏതാണ്? ഫിസിക്കൽ മാപ്പാണ്. ഇനി അഗ്രികൾച്ചറൽ മാപ്പ് കൃഷി മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്, അപ്പൊ കൾച്ചറൽ മാപ്പാണ്. ഇൻഡസ്ട്രിയൽ മാപ്പ് ഇൻഡസ്ട്രി വ്യവസായം എന്ന് പറയുന്നതും മാൻമെയ്ഡ് ആണ്, അപ്പൊ അതും കൾച്ചറൽ മാപ്പാണ്. നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പ് ശ്രദ്ധിക്കണേ, മുകളിൽ പറഞ്ഞത് അഗ്രികൾച്ചറൽ മാപ്പാണ്, അത് മനുഷ്യന്മാരുണ്ടാക്കുന്നതാണല്ലോ കൃഷി, അപ്പൊ അത് കൾച്ചറൽ മാപ്പിൽ വരും. ഈ പോയിന്റ് എന്താ? നാച്ചുറൽ വെജിറ്റേഷൻ മാപ്പാണ്. നാച്ചുറൽ വെജിറ്റേഷൻ ആണ്, അതായത് പ്രകൃതിയാ തന്നെയുള്ള പച്ചപ്പുകൾ കാടുകൾ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യന്മാരുണ്ടാക്കുന്ന കൃഷിയല്ല. അപ്പൊ അത് ഏതിൽ വരും? അത് ഫിസിക്കൽ മാപ്പിൽ വരും, ഭൗതിക ഭൂപടത്തിൽ വരും. അപ്പൊ അതൊക്കെയാണ് മാറിപ്പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും. മിലിറ്ററി മാപ്പ് കൾച്ചറൽ മാപ്പാണ്. ലാൻഡ് യൂസ് മാപ്പ് ഏതിൽ വരും? ലാൻഡ് യൂസ് മാപ്പ് എന്ന് പറയുന്നതും കൾച്ചറൽ മാപ്പാണ്. കൃഷിക്ക് വേണ്ടി ഭൂമി ഉപയോഗിച്ചോ, വ്യവസായത്തിന് വേണ്ടിയാണോ, വീടുണ്ടാക്കാൻ വേണ്ടിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലാൻഡ് യൂസ് മാപ്പിൽ. അതൊക്കെ മാൻമെയ്ഡ് ആണ്, സോ കൾച്ചറൽ മാപ്പിൽ വരും. ഹിസ്റ്റോറിക്കൽ മാപ്പ് എന്ന് പറയുന്നതും ഏതിൽ വരും? കൾച്ചറൽ മാപ്പിൽ വരും. അപ്പോൾ കുറെ മാപ്സ് നമ്മൾ നോക്കി, അതൊക്കെ ഏത് കാറ്റഗറിയാണ്, ഫിസിക്കൽ ആണോ കൾച്ചറൽ ആണോ എന്നും നമ്മൾ പരിശോധിച്ചു. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ, നേരത്തെ നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ആണ് അല്ലെ, ഫംഗ്ഷന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് മാപ്സ് ബേസ്ഡ് ഓൺ സ്കെയിൽ, സ്കെയിലിന്റെ അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ തോതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, ഭൂപടങ്ങളുടെ വർഗീകരണമാണ്, ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, തോതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്കെയിലിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോ നോക്കാം, ഇവിടെയും രണ്ട് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് ടൈപ്പാണ്. ഏതൊക്കെയാ? മാപ്സിനെ നമ്മൾ പിന്നെ ബേസ്ഡ് ഓൺ സ്കെയിൽ, ഓൾസോ വി ക്യാൻ ക്ലാസിഫൈ ദി മാപ്സ് ഇൻടു ടു സ്മോൾ സ്കെയിൽ മാപ്സ് ആൻഡ് ലാർജ് സ്കെയിൽ മാപ്സ്. ഓക്കെ, സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ തോത് ഭൂപടങ്ങൾ, ലാർജ് സ്കെയിൽ മാപ്പ് വലിയ തോത് ഭൂപടങ്ങൾ. ചെറിയ തോത് ഭൂപടങ്ങളും വലിയ തോത് ഭൂപടങ്ങളും. എക്സാമ്പിൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും ആദ്യം ചെറിയ തോത് ഭൂപടങ്ങൾ, സ്മോൾ സ്കെയിൽ മാപ്സിനുള്ള എക്സാമ്പിൾസ് ആണ് അറ്റ്ലസ് മാപ്പ്, നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ അറ്റ്ലസ് മാപ്പ്. വാൾ മാപ്പ്, എന്താ വാൾ മാപ്പ്? ചുമരിന്റെ മുകളിൽ തൂക്കിയിടുന്ന മാപ്പാണ് വാൾ മാപ്പുകൾ. സ്കൂളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ മാപ്പ്, അതേപോലെ നമ്മൾ റോൾ ചെയ്ത് കൊണ്ടുവന്ന് ഒരു ആണി, പിന്നെ ചുമരിന്റെ മുകളിൽ ഒരു ആണി ഉണ്ടെങ്കിൽ ആണിന്റെ മുകളിൽ നമ്മൾ തൂക്കിയിടുന്ന സാധാ മാപ്പാണ് വാൾ മാപ്പ് എന്ന് പറയുന്നത്, ചുമർ പിന്നെ ഭൂപടങ്ങൾ എന്ന് പറയും. ഓക്കെ, സോ അറ്റ്ലസ് മാപ്പും വാൾ മാപ്പും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? സ്മോൾ സ്കെയിൽ മാപ്സിന് ഉദാഹരണമാണ്. ഓക്കെ, ലാർജ് സ്കെയിൽ മാപ്സിന് ഉദാഹരണം രണ്ടും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഏതൊക്കെയാ? ഒന്ന് കാഡസ്ട്രൽ മാപ്പും മറ്റൊന്ന് ടോപ്പോഗ്രഫിക്കൽ മാപ്പുമാണ്. കാഡസ്ട്രൽ ഭൂപടവും അതേപോലെ ടോപ്പോഗ്രഫിക് മാപ്പ്, നമ്മൾ ധരാതലീയ ഭൂപടം എന്ന് മലയാളത്തിൽ പറയും, ധരാതലീയ ഭൂപടം, ടോപ്പോഗ്രഫിക്കൽ മാപ്പ്. അപ്പൊ അത് രണ്ടും എന്തിന് എക്സാമ്പിളാ? ലാർജ് സ്കെയിൽ മാപ്സിന്റെ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്നും കൂടി ഇവിടെ പരിശോധിക്കും. എന്താണ് അപ്പൊ സ്മോൾ സ്കെയിൽ മാപ്പ്, എന്താണ് ലാർജ് സ്കെയില്, അതൊക്കെ നമുക്ക് ഇവിടെ പരിശോധിക്കാനുണ്ട്. അപ്പോ ശ്രദ്ധിക്കുക, ഇഫ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇഫ് larger areas such as the world, continents, countries and states are to be depicted in a small sheet of paper, only a little information can be incorporated into it. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വാൾ പിന്നെ മാപ്പ്, നമ്മളിപ്പോ ഒരു വേൾഡ് മാപ്പ് നമ്മൾ ക്ലാസ്സിൽ ഒരു ചുമരിന്റെ മുകളിൽ നമ്മൾ തൂക്കിയിട്ടാണ് ഒരു മാപ്പ്. അപ്പോൾ ആ വേൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വലിയ ഏരിയയാണ് അല്ലെ, ഒരുപാട് വിസ്തൃതമായിട്ടുള്ള, നമ്മുടെ ഭൂമി അത്രത്തോളം വലുതല്ലേ. അപ്പൊ അത്രത്തോളം വലിയൊരു ഭൂമിയുടെ ചിത്രം, ഒരു മാപ്പ് നമ്മൾ
പിന്നെ ഒരു കടലാസിലേക്ക് പകർത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം എത്രയെങ്ങാനും ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടാവും, ഒരുപാടുണ്ടാവും അല്ലെ? അപ്പോൾ വേൾഡിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടിനെന്റ്, ഇപ്പൊ ഏഷ്യ അല്ലെങ്കിൽ ആഫ്രിക്ക, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോണ്ടിനെന്റ്, അതും പോട്ടെ, ഏതെങ്കിലും ഒരു രാജ്യം, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, അതും പോട്ടെ, കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിക്കോട്ടെ, അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളം മുഴുവനായിട്ടുള്ള ഒരു മാപ്പ് ഉണ്ടാക്കാൻ പറ്റൂല അല്ലേ? സോ യെസ്, ലാർജർ ഏരിയാസ് സച്ച് ആസ് വേൾഡ്, കോണ്ടിനെന്റ്സ്, കൺട്രീസ് ആൻഡ് സ്റ്റേറ്റ്സ് ആർ ടു ബി ഡെപിക്റ്റഡ് ഇൻ എ സ്മോൾ ഷീറ്റ് ഓഫ് പേപ്പർ. ഓൺലി എ ലിറ്റിൽ ഇൻഫർമേഷൻ ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ഇറ്റ്. കുറച്ച് വിവരങ്ങൾ മാത്രമേ, അല്ലേ? ഒരുപാട് വലിയ പ്രദേശമാകുമ്പോൾ അതിന്റെ കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളും, അതായത് ഇപ്പോൾ ഓരോന്നിന്റെയും പേര്, ക്യാപിറ്റൽ, അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമേ നമുക്ക് ആ മാപ്പിലേക്ക് കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. സോ മാപ്സ് ഷോയിങ് only the important information of larger areas are called small scale maps. അപ്പോൾ സ്മോൾ സ്കെയിൽ മാപ്പ് എന്താണ്? മാപ്സ് ഷോയിങ് ഓൺലി the important information of larger areas are called small scale maps. മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. കാരണം ലാർജർ ഏരിയ ആണ് പറയുന്നത്, പക്ഷെ പേരെന്താണ്? സ്മോൾ സ്കെയിൽ മാപ്പുമാണ് അല്ലെ? അപ്പോ ശ്രദ്ധിക്കുക, മാപ്സ് ഷോയിങ് ഓൺലി ദി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ഓഫ് ലാർജർ ഏരിയാസ്. ഒരു വലിയ പ്രദേശത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കാണിക്കുന്ന മാപ്പാണ് സ്മോൾ സ്കെയിൽ മാപ്പ്. അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള അറ്റ്ലസ് മാപ്പും വാൾ മാപ്പും ഒക്കെ. അപ്പോൾ വലിയ പ്രദേശത്തെ കാണിക്കുന്ന മാപ്പാണ് നമ്മൾ എങ്ങനെ പറയുന്നത്? സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വലിയ പ്രദേശത്തെ കാണിക്കുന്നത് സ്മോൾ സ്കെയിൽ, നേരെ തിരിച്ചാണ് പഠിക്കുക അല്ലെ? വലിയ പ്രദേശത്തെ കാണിക്കുന്നത് എന്തല്ല? ലാർജ് സ്കെയിൽ മാപ്പ് അല്ല, സ്മോൾ സ്കെയിൽ മാപ്പ്. ഇനി അടുത്തത്, if the area to be depicted is a comparatively small region like a ward or village, more information can be incorporated in it. ഇനി നമ്മൾ ഭൂപടം തയ്യാറാക്കുന്നത് ലോകത്തിന്റെ അല്ല, അല്ലെങ്കിൽ ഒരു വലിയ രാജ്യത്തിന്റെ അല്ല, ഒന്നുമല്ല, പിന്നെയോ ഒരു വാർഡിന്റെ, നമുക്കറിയാം പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ കോർപ്പറേഷനിലുള്ള ഒരു വാർഡിന്റെ അല്ലെങ്കിൽ ഒരു വില്ലേജിന്റെ മാപ്പാണ് ഉണ്ടാക്കുന്നത് വിചാരിക്കുക. ഒരു ജില്ല പോലും ഇല്ല അല്ലെ? സ്റ്റേറ്റോ രാജ്യമോ കോണ്ടിനെന്റോ ഒന്നുമല്ല, വേൾഡ് അല്ല, ഒരു ചെറിയൊരു വാർഡ് അല്ലെങ്കിൽ ഒരു വില്ലേജിന്റെ മാപ്പാണ് നമ്മൾ തയ്യാറാക്കുന്നത് എങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? മോർ ഇൻഫർമേഷൻ ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇറ്റ്. ആ വില്ലേജിന്റെ അല്ലെങ്കിൽ ആ വാർഡിന്റെ ഒരുപാട് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ആ ഒരു മാപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. കാരണം ലോകം മുഴുവനല്ല അല്ലെ, ഒരു രാജ്യം മുഴുവനല്ല, ഒരു സംസ്ഥാനം മുഴുവനല്ല, ഒരു ജില്ല മുഴുവനല്ല, പിന്നെയോ ഒരു വാർഡ് മാത്രം. അപ്പൊ ആ വാർഡിന്റെ അല്ലെങ്കിൽ ആ വില്ലേജിന്റെ ഒരുപാട് കാര്യങ്ങൾ, എത്ര വീടുകളുണ്ട്, എവിടെയൊക്കെ പുഴ ഉണ്ടെങ്കിൽ പുഴ എവിടെയൊക്കെയുണ്ട്, അതേപോലെ തന്നെ കനാലുകൾ എവിടെയുണ്ട്, തോടുകൾ എവിടെയുണ്ട്, എല്ലാ കുഴൽക്കിണറുകൾ എവിടെയുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഏറെക്കുറെ ഒരുപാട് കാര്യങ്ങൾ, ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ എവിടെ കഴിയും? ആ മാപ്പിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അപ്പോ maps representing detailed information of small area are called large scale maps. സ്മോൾ ഏരിയ ആണ്, പേരെന്താണ്? ലാർജ് സ്കെയിൽ അല്ലെ? അപ്പോ ഒരു ചെറിയ പ്രദേശത്തിന്റെ ഒരുപാട് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാപ്പാണ് ലാർജ് സ്കെയിൽ മാപ്പ്. മാപ്സ് representing detailed information of a small area are called large scale map. ഓക്കെ, അപ്പൊ ഒരു ലാർജർ ഏരിയന്റെ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ മാത്രമാണെങ്കിൽ അത് സ്മോൾ സ്കെയിൽ മാപ്പ്. ഇനി ഒരു സ്മോൾ ഏരിയന്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, എല്ലാ വിവരങ്ങളും ആണെങ്കിൽ അത് ലാർജ് സ്കെയിൽ മാപ്സും. പരസ്പരം മാറിപ്പോവാതെ പഠിച്ചു വെക്കാം. ഓക്കെ, മാറിപ്പോവാതെ പഠിച്ചു വെക്കാം. അപ്പോൾ മാപ്സ് നമ്മൾ രണ്ട് ടൈപ്പിലെ ക്ലാസിഫിക്കേഷൻ, ഒന്ന് ബേസ്ഡ് ഓൺ ഫങ്ഷൻ, ഫിസിക്കൽ മാപ്പ്, കൾച്ചറൽ മാപ്പ്. അതേപോലെ അടുത്തത് ബേസ്ഡ് ഓൺ സ്കെയിൽ, സ്മോൾ സ്കെയിൽ മാപ്പ്, ലാർജ് സ്കെയിൽ മാപ്പ്. ഇങ്ങനെയുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് കാഡസ്ട്രൽ മാപ്പ് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ, അതായത് ലാർജ് സ്കെയിൽ മാപ്പ്, അതിനുള്ള എക്സാമ്പിൾ ആണ് കാഡസ്ട്രൽ മാപ്പും ടോപ്പോഗ്രഫിക്കൽ മാപ്പും ഒക്കെ. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ടെക്സ്റ്റ് ബുക്കിൽ എക്സ്ട്രാ റീഡിങ്ങിന്റെ ബോക്സ് ഉണ്ട്. കാഡസ്ട്രൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ടോപ്പോഗ്രഫിക്കൽ മാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, ടോപ്പോഗ്രഫിക്കൽ മാപ്പിനെ പറ്റി നമുക്ക് 10ാം ക്ലാസ്സിന്റെ ജിയോഗ്രഫി ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ അതിനെപ്പറ്റി ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് അതിനെക്കുറിച്ച്
വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒബ്സർവ് ആൻഡ് അറ്റ്ലസ് ആൻഡ് ഐഡന്റിഫൈ വെദർ ദി മാപ്സ് ഇൻ ഇറ്റ് ആർ സ്മോൾ സ്കെയിൽ ഓർ ലാർജ് സ്കെയിൽ. അറ്റ്ലസ് മാപ്പ് നോക്കിയിട്ട് അത് സ്മോൾ സ്കെയിൽ ആണോ ലാർജ് സ്കെയിൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാ പറയുന്നത്. നമുക്കറിയാം അറ്റ്ലസ് മാപ്പ് ഒക്കെ ഏതിലാ വരുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അറ്റ്ലസ് മാപ്പ്, അതേപോലെ തന്നെ വാൾ മാപ്പ് ഒക്കെ എവിടെയാ, ഇതാ ഒന്നുകൂടി നോക്കിക്കോളൂ. അതെല്ലാം വരുന്നത് എവിടെയാണ്, നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഈ ഒരു പിന്നെ സ്മോൾ സ്കെയിൽ മാപ്പിലാണ് അറ്റ്ലസ് ആൻഡ് വാൾ മാപ്പ്. ലാർജ് സ്കെയിൽ മാപ്പിൽ വരുന്നത് കഡസ്ട്രൽ ആൻഡ് ടോപ്പോഗ്രഫിക്കൽ മാപ്സ് ആണ്. ഓക്കെ, അപ്പൊ ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.